കേസിലൊക്കെ ബന്ധമുള്ളതല്ലേ അന്വേഷിക്കാം. പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു. എൻ്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡ് ആയ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം, ഇത്ര മാത്രമേ ഉള്ളൂ കാര്യം. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണമെന്ന് ആഗ്രഹമാണ്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. 2 പോയിന്റും കൂടെ. ആരോടും ഇതിന് ദേഷ്യമില്ല, ആർക്കെതിരെയും പരാതിയില്ല. പക്ഷേ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല, നോട്ടീസ് തന്നു എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ രാഹുൽ ഈശ്വർ ഈ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നും, ഈ പറയുന്ന എല്ലാം കറക്റ്റാണെന്നല്ലോ എന്നുള്ള രീതിയിൽ. കാരണം എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ വീഡിയോയിലുണ്ടെങ്കിൽ ആ സ്ത്രീയെ പറ്റി ഒരു കാര്യങ്ങളും അങ്ങനെ വെളിപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ പേരോ അല്ലെങ്കിൽ അഡ്രസ്സോ എവിടെയാണെന്നുള്ള ഒരു കാര്യങ്ങളും പറയുന്നൊന്നുമില്ല. പക്ഷേ എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുകയും അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് വകുപ്പുകൾ ചേർത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസ് പോയിരുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് മാത്രമൊന്നും ഇതേ കണക്ക് രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തനിക്കുണ്ടായിരുന്നുള്ള കാര്യങ്ങളെല്ലാം അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ തന്നെ ആ വ്യക്തിയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും വെളിയിലൊന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ചെയ്ത അത്ര കറക്റ്റ് അല്ലെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.